ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ള സ്വാദോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് ഈ പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞ് നമ്മൾ മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ 4 മുട്ട എടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ട് കത്തി കൊണ്ട് വരഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മുട്ടയിലേക്ക് എല്ലാ മസാലയും പിടിക്കുകയും ചെയ്യും. മുട്ടയ്ക്ക് നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ ഇതൊരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഈ മസാലയിലിട്ടൊന്ന് നമുക്ക് ഇളക്കിയിട്ട് നമുക്കിത് അടുപ്പത്തു നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഈ മുട്ട ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ചട്ടിയിലേക്ക് തന്നെ വീണ്ടും നമുക്ക് അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് അല്പം ജീരകം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ജീരകം ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 2 ബേ ലീവ്സ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 കരയാമ്പു ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരല്പം ഒരു 8-10 കുരുമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവൻ കുരുമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു ഏലക്കായയും ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മസാല ഇതിൽ ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ മസാല, ഗരം മസാല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഞാനിവിടെ 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. 2 സവോള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റാം. ഒരു 3 സവോള വരെ നിങ്ങൾക്ക് ചേർക്കാം. കൂടുതൽ സവോള ആയാലും കറിക്ക് ഒരു മധുരിപ്പ് വരും. അപ്പോൾ ഞാനിവിടെ 2 സവോളയാണ് ഇപ്പോൾ ചേർത്തത്. 2 വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, വേപ്പില, പച്ചമുളക് എല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാനൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കൈയെടുക്കാതെ ഇളക്കിയാൽ മതി. പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇതിലേക്ക് അല്പം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സവോളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റാം. മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിലാക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി ശരിക്കും മൂത്തതിന് ശേഷം മാത്രം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി ഒത്തിരി ചേർക്കണ്ട. മല്ലിപ്പൊടി ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്തത്. അത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. മല്ലിപ്പൊടി വഴന്നതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. നിങ്ങൾക്ക് മുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ മീഡിയം എരിവിനുള്ള മുളകാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഉണ്ടെങ്കിൽ അത് നന്നായി ആവശ്യത്തിന് എരിവ് കിട്ടും. അപ്പോൾ നമുക്ക് ഈ മുളക് പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടാം. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഈ കറി നമുക്കത് തീ കൂട്ടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കണം കേട്ടോ. നന്നായിട്ട് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം സവോള വഴറ്റിയപ്പോൾ അല്പം ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിപ്പോൾ ചേർക്കാം. ഉപ്പ് ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ
കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിൽ തേങ്ങാപ്പാൽ വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ കോൺഫ്ലോർ കലക്കി നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. പിന്നെ ഈ കറിക്ക് പെട്ടെന്ന് കേടാവൊന്നുമില്ല. അപ്പോൾ ഈ കോൺഫ്ലോർ നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. അപ്പോൾ നമ്മൾ ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഇപ്പോൾ ചേർത്തിട്ട്, വെള്ളം കുറവാണെങ്കിൽ ഇപ്പോൾ വെള്ളം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ കറി കുറുകി വരും. നന്നായി ഒന്ന് കറി തിളച്ച് കറി ശരിക്കൊന്ന് യോജിക്കണം. ഞാനിവിടെ 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തു. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചാൽ മതി. ഈ കറി ഇരിക്കുന്തോറും കുറുകി വരും. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി വെള്ളം കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ കറിയിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ ചൊറുക്കയാണ്. 1 ടീസ്പൂൺ വിനാഗിരി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. വിനാഗിരി ചേർക്കുമ്പോൾ ഈ കറിക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും, ആവശ്യത്തിനുള്ള പുളിയും കിട്ടും. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് 1 ടീസ്പൂൺ വിനാഗിരിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കണം. വിനാഗിരി ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് കറി തിളപ്പിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മുട്ടക്കറി നന്നായിട്ട് കുറുകിയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ട ചേർത്തിട്ട് ഈ കറി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ടക്കറി റെഡിയായി. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കറിയാണ്. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഈ കറിയിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കസൂരി മേത്തിയാണ് ചേർക്കുന്നത്. കസൂരി മേത്തി നമുക്ക് ഇന്ത്യൻ സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് ഉലുവയില ഉണക്കി പൊടിച്ചതാണ്. ഈ നമുക്ക് ഈ കസൂരി മേത്തി ഒരു അല്പം എടുത്തിട്ട് നമുക്ക് ഒന്ന് വിതറി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി മുട്ടക്കറി റെഡിയായി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.